നമസ്കാരം. ട്രെൻഡിംഗ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തെരുവുനായക്രമത്തിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി. പൊതുയിടങ്ങളിൽ നിന്ന് നായ്ക്കളെ നീക്കണം, സംസ്ഥാനങ്ങൾ നടപടി സ്വീകരിക്കണമെന്ന് കോടതി. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലടക്കം നായ്ക്കൾ കയറാതിരിക്കാൻ നടപടി വേണമെന്നും കോടതി നിർദ്ദേശം. വാർത്താസമ്മേളനത്തിനിടെ ബ്ലോഗറുടെ ബോഡി ഷെയ്മിംഗ് ചോദ്യം. ചുട്ട മറുപടി നൽകി നടി ഗൗരി കിഷൻ. ഗൗരിയുടെ പ്രതികരണത്തിൽ കൈയടിച്ച സോഷ്യൽ മീഡിയ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി മരിച്ച സംഭവത്തിൽ പ്രതികരിച്ച കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് HOD. കൊടുക്കാവുന്നതിൽ മികച്ച ചികിത്സയാണ് വേണുവിന് നൽകിയതെന്ന് ഡോക്ടർ മാത്യു ഐ. രോഗി ആശുപത്രിയിലെത്തിയത് 24 മണിക്കൂർ കഴിഞ്ഞെന്നും ഡോക്ടറുടെ വിശദീകരണം. സിസ്റ്റം തകർന്ന അവസാനത്തെ ഇരയാണ് വേണുവെന്ന് പ്രതിപക്ഷ നേതാവ്. സമ്പൂർണ്ണ പണിമുടക്ക് പ്രഖ്യാപിച്ച ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ. ഇതുവരെയുള്ള സമരമാർഗങ്ങൾ സർക്കാർ കാണാത്ത സാഹചര്യത്തിൽ സമരം ശക്തമാക്കുമെന്ന KGMCTA. എമർജൻസി സേവനങ്ങൾ ഒഴികെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക്. അറസ്റ്റിലായ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിനെ കോടതിയിൽ ഹാജരാക്കും. അറസ്റ്റ് ദ്വാരപാലക പാളികൾ കടത്തിയ കേസിൽ ബൈജു കേസിലെ 7ാം പ്രതി സ്വർണ്ണപ്പാളി ഇളക്കിയെടുക്കുമ്പോൾ ബോധപൂർവം സന്നിധാനത്ത് നിന്ന് ബൈജു വിട്ടുനിന്നുവെന്ന് SIT കണ്ടെത്തൽ. ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് PS പ്രശാന്തിന്റെ പകരക്കാരനെ ഇന്ന് തീരുമാനിക്കും. കുദ്രാനിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ നീക്കം തുടരുന്നു. വയനാട്ടിൽ നിന്ന് കുങ്കി ആനകളെ എത്തിച്ചു. ഒറ്റയാനയെ കാട് കയറ്റി സോളാർ വെയിൽ സ്ഥാപിക്കാൻ തീരുമാനം. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി. റോഡുകളിൽ നിന്നും പൊതുയിടങ്ങളിൽ നിന്നും തെരുവ് നായ്ക്കളെ നീക്കണമെന്നും നിരീക്ഷണത്തിനായി പെട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്നും സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിറക്കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം നായ്ക്കൾ കയറാതിരിക്കാൻ നടപടികൾ ഉണ്ടായിരിക്കണം. ഇക്കാര്യത്തിൽ ദിവസേനയുള്ള പരിശോധന നടത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി രമ്യ മുലശ്ശേരി ചേരുന്നുണ്ട്. രമ്യ, കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഒരു സുപ്രധാന നിരീക്ഷണം തന്നെയാണ്. പലരും ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് കോടതി പറയുന്നത്? അതേ മേഘ, തീർച്ചയായും ഈ തെരുവുനായ പ്രശ്നത്തിൽ ഉള്ളൊരു സുപ്രധാന ഉത്തരവാണ് സുപ്രീം കോടതി ഇറക്കിയിരിക്കുന്നത്. റോഡുകളിൽ നിന്നും പൊതുയിടങ്ങളിൽ നിന്നും തെരുവ് നായ്ക്കളെ നീക്കണമെന്നും നിരീക്ഷണത്തിനായി പെട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്നുമാണ് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ ദേശീയപാത അടക്കം റോഡുകളിൽ നിന്ന് കന്നുകാലികൾ, നായ്ക്കൾ എന്നിവ അടക്കമുള്ള മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന് സർക്കാരുകളും ദേശീയപാത അതോറിറ്റികളും നടപടി സ്വീകരിക്കണമെന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. മൃഗങ്ങളെ കണ്ടെത്താൻ പെട്രോളിംഗ് സംഘത്തെ നിയോഗിക്കേണ്ടതുണ്ട്. അതേസമയം സർക്കാർ ഓഫീസുകൾ, സ്പോർട്സ് കോംപ്ലക്സുകൾ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പൊതുവിടങ്ങളിൽ നിന്ന് ഈ തെരുവ് നായ്ക്കളെ നീക്കാനുള്ള എല്ലാ സംസ്ഥാന സർക്കാരുകളും നടപടി സ്വീകരിക്കണമെന്നുള്ളതും കോടതി പറയുന്നുണ്ട്. അതേപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ള ഈ ഒരു സ്ഥലങ്ങളിൽ നായ്ക്കൾ കയറാതിരിക്കാൻ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ ദിവസേനയുള്ള പരിശോധനയും നടത്തണം. ദേശീയപാതകളിൽ നിന്ന് മൃഗങ്ങളെ നീക്കിയ നടപടികളിൽ 8 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നടപടി സ്വീകരിക്കണം എന്നുള്ളതൊക്കെയാണ് സുപ്രീം കോടതി ഇപ്പോൾ പറയുന്നത്. അതേസമയം നടപ്പിലാക്കിയ കാര്യങ്ങൾ ചീഫ് സെക്രട്ടറിമാർ സുപ്രീം കോടതിയെ അറിയിക്കണമെന്നുമുണ്ട്. പിടികൂടുന്ന തെരുവ് നായ്ക്കളെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി വന്ധീകരിക്കണമെന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇതിനായുള്ള നടപടികൾ മുനിസിപ്പൽ കോർപ്പറേഷൻ അടക്കമുള്ള ഈ തദ്ദേശ സ്ഥാപനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതേസമയം പിടികൂടുന്ന നായ്ക്കളെ വന്ധീകരണത്തിന് ശേഷം പിടിച്ച അതേ സ്ഥലത്ത് തുറന്ന് വിടരുതെന്നും ഈ ഒരു ഉത്തരവിൽ പറയുന്നുണ്ട്. ആശുപത്രികൾ അടക്കം പൊതുയിടങ്ങളിൽ ഈ ഒരു നായ്ക്കൾ കയറാതിരിക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു സുപ്രീം കോടതി ഒരുക്കാനായി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ പ്രത്യേകമായി പറയുന്നതാണ് ഈ സ്കൂൾ, ആശുപത്രികൾ പോലെയുള്ള ഈ ഒരു പൊതുവിടങ്ങളിലൊക്കെ ഈ നായ്ക്കളെ നീക്കം ചെയ്യണമെന്നുള്ളത്.
അതേസമയം ഈ ഒരു പിടികൂടുന്ന നായ്ക്കളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കായി മാറ്റണമെന്നും സുപ്രീം കോടതി പറയുന്നുണ്ട്. അവയെ വന്ധീകരിച്ച് പിടികൂടിയ സ്ഥലങ്ങളിൽ ഇറക്കി വിടരുത് എന്നുള്ള ഒരു കാര്യം കൂടെയുണ്ട്. നായ്ക്കൾ കയറാതിരിക്കാൻ ഈ പൊതുസ്ഥാപനങ്ങളിൽ വേലികൾ സ്ഥാപിക്കേണ്ടതുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരുകളും ഇതിനുള്ള ഒരു നടപടികളെല്ലാം സ്വീകരിക്കണമെന്നും ഈ ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. അതേസമയം നടപ്പാക്കിയ കാര്യങ്ങളിൽ 8 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സുപ്രീം കോടതിയിൽ ഈ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടതുണ്ട്. ദേശീയപാതകൾ, സംസ്ഥാന പാതകൾ എന്നിവയിലെ കന്നുകാലികളെ നീക്കാനുള്ള ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന് പ്രത്യേക പെട്രോളിംഗ് സംഘങ്ങളെ നിയോഗിക്കണമെന്നും ഉണ്ട്. അതേസമയം ഈ കന്നുകാലികളെ ഉൾപ്പെടെ പിടികൂടി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കണം. ഇക്കാര്യത്തിൽ നടപ്പാക്കുന്നതിൽ വീഴ്ച വന്നാൽ, ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ വന്നാൽ ഗൗരവമായി തന്നെ കാണുമെന്നും കോടതി ഒരു മുന്നറിയിപ്പ് കൂടെ നൽകുന്നുണ്ട്. ചീഫ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ നടപ്പാക്കിയ കാര്യങ്ങളുമായി മറുപടി സമർപ്പിക്കണം. ഹൈക്കോടതി, സുപ്രീം കോടതി മറുപടി സമർപ്പിക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. പ്രത്യേകം സുപ്രീം കോടതി എടുത്തു പറയുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഇക്കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ വന്നാൽ അത് ഗൗരവപരമായി തന്നെ കാണുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് സുപ്രീം കോടതി പ്രത്യേകം തന്നെ നൽകുന്നുണ്ട്. അത്രയും ഈ ഒരു ഉത്തരവിന്റെ അകത്ത് അത്രയും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അത് കൃത്യമായി തന്നെ പാലിക്കണം എന്നുള്ള ഒരു കാര്യം. ശരി രമ്യ, തുടരുക. ഇപ്പോൾ ഉദ്യോഗസ്ഥൻ ശ്രീ ബിജു പ്രഭാകർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബിജു പ്രഭാകർ, ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ ഒരു വലിയൊരു സുപ്രധാന ഉത്തരവ് നമുക്ക് അത് വിലയിരുത്തുമ്പോൾ റോഡുകളിൽ നിന്ന് പൊതുയിടങ്ങളിൽ നിന്നൊക്കെ തെരുവ് നായ്ക്കളെ നീക്കണമെന്നാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ പെട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണം മുതലായ കാര്യങ്ങളാണ് സുപ്രീം കോടതി ഇപ്പോൾ ഈ ഇടക്കാല ഉത്തരവിലൂടെ പറയുന്നത്. പക്ഷേ എത്രത്തോളം കേരളത്തിൽ ഇത് പോസിബിൾ ആയിരിക്കും? ഇതുപോലെ ഷെൽട്ടറൊക്കെ നൽകുക അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കും എന്ന് തോന്നുന്നുണ്ടോ അങ്ങേക്ക്? ഇത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു വിധിയാണ് വന്നത്. പക്ഷെ പൂർണ്ണമായിട്ട് ഞാൻ തൃപ്തനല്ല. കാരണം എന്ന് വെച്ചാൽ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് 1960 നിയമം അനുസരിച്ച് 11(3) അനുസരിച്ച് കൊല്ലാനായിട്ട് വ്യക്തമായിട്ട് ഇവിടെ നിയമം പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയും അതുപോലുള്ള ബഹുമാനപ്പെട്ട എല്ലാ കോടതികളെയും വലിയ വക്കീലന്മാരെ തെറ്റിദ്ധരിപ്പിച്ചു വന്ന് ABC റൂൾ അനുസരിച്ച് വന്ധ്യീകരിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ വന്ധ്യീകരണം എന്ന് പറയുന്നതൊന്നും നടക്കുന്ന കാര്യമില്ല. വന്ധ്യീകരിച്ച പട്ടികളൊന്നും കടിക്കത്തില്ലെന്ന് ഒരിടത്തും പ്രൂവ് ചെയ്തിട്ടില്ല. ഇത് കൊല്ലാനായിട്ട് ഇവിടുത്തെ ഇന്ത്യയിൽ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള 1960 നിയമമുണ്ട്. 2022 അവർ അമെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അത് നടന്നിട്ടുമില്ല. ആ നിയമം ഇന്നത്തെ കേരള ഗവൺമെന്റ് പോലും സുപ്രീം കോടതിയുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന് ഇതിനെ കൊല്ലുക അല്ലാതെ ഒരു മാർഗമില്ല. ഇത് പ്രാക്ടിക്കൽ ആകുമെന്ന് എനിക്കറിയത്തില്ല. 7 ലക്ഷത്തോളം പട്ടികളാണ് കേരളത്തിലുണ്ടെന്ന് പറയുന്നത്. ഈ 7 ലക്ഷത്തോളം അല്ലെങ്കിൽ 3 ലക്ഷത്തോളം പല കണക്കുകൾ പറയുന്നുണ്ട്. ആർക്കും കൃത്യമായിട്ട് കണക്കൊന്നുമില്ല. എവിടെ കൊണ്ടിടും? ഏറ്റവും എളുപ്പമുള്ളതായിരുന്നു വെച്ചാൽ പട്ടിപ്രേമികളുള്ളവരെല്ലാവരും വേണമെന്റെ 10, 25, 30 പട്ടികളെ വീട്ടിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ളത്. അതല്ലാതെ കേരളത്തിനെ പോലെ വളരെ ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലത്ത് എവിടെ കൊണ്ടിടുക എന്നുള്ളത്. പക്ഷെ എന്തായാലും ശരി, സുപ്രീം കോടതി വളരെ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി തന്നെ ഹാജരാകാൻ പറഞ്ഞു. വൈസ് പ്രസിഡന്റിന്റെ വിസിറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ചീഫ് സെക്രട്ടറി ഹാജരാകാതിരുന്നത്. ഇത് ചെയ്യേണ്ട കാര്യമാണ്. എവിടെയെങ്കിലും കൊണ്ടിട്ടെ ഇത് കാലാകാലങ്ങൾ, ഈ സർക്കാർ എന്നല്ല, കാലാകാലങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള സർക്കാരുകൾ ഈ പ്രശ്നം ഒരു പ്രശ്നമല്ല എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് ഇവിടെ ചെയ്തത്. തെരുവിൽ കൊണ്ടുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നവരെ ഞാൻ പല പ്രാവശ്യം, ഞാൻ അർബൻ അഫയേഴ്സ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തന്നെ നിർദ്ദേശം കൊടുത്തതാണ്. പക്ഷെ അതൊരു ഉത്തരവായിട്ട് പോകാനായിട്ട് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തയ്യാറില്ലായിരുന്നു. തെരുവിൽ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, വീട്ടിലെ വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളുന്നത് വേസ്റ്റായിട്ട് കണക്കാക്കി നടപടി എടുത്തിരുന്നെങ്കിൽ ഇത്രയും ഇത് ഉണ്ടായില്ല. ഇവിടുത്തെ വേസ്റ്റ് പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയധികം പട്ടി ഇടപെടൽ ഉണ്ടായത്. അപ്പൊ ഈ ഗവൺമെന്റ് ചെയ്യട്ടെ. കാരണം എന്താ വെച്ചാൽ ഇത്രയും വഷളാക്കിയതിനു ശേഷം 8 ആഴ്ചക്കുള്ളിൽ ഇതിനെ മാറ്റട്ടെ. പട്ടിപ്രേമികളുടെ വീട്ടിൽ കൊണ്ടുപോകാം. ഇത് വളരെയധികം പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ഉണ്ട്. അതിന്റെ വളരെയധികം സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ കെന്നലുണ്ടാക്കാം. അതെല്ലാം എന്റെ കാടിന്റെ സൈഡിൽ കൊണ്ടുവന്ന് ഏതെങ്കിലും ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിം പ്രദേശത്ത് കൊണ്ടുവന്നിട്ട് കെന്നലുണ്ടാക്കട്ടെ. അത് ഗവൺമെന്റിന്റെ ചുമതലയാണ്, അത് ചെയ്യണം. അല്ലെങ്കിൽ അത് കോടതിയുടെ അലക്ഷ്യമായിട്ട് അത് മാറുകയും ചെയ്യും. ഈ വഷളാക്കിയതിനു ശേഷം പിന്നെ എന്ത് ഇത് പ്രാക്ടിക്കലാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കൽ ആക്കിയില്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഉത്തരം പറയേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആണെങ്കിൽ നമുക്ക് ചെറിയൊരു സംഖ്യയാണ് തെരുവ് നായ്ക്കൾ, അതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. പെറ്റ് പെരുകിയിരിക്കുകയാണെന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിലായിരിക്കുകയാണ്. തെരുവ് നായയുടെ വിഷയം സംബന്ധിച്ചൊക്കെ തന്നെയും തെരുവിൽ ഇറങ്ങാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ഒരു പൊതു ഇടത്ത് നിൽക്കാൻ സാധിക്കാത്ത പോലെ തന്നെയാണ്. അതേപോലെ തന്നെ ഇവയെ പരിപാലിപ്പിക്കുന്ന ഒരുപാട് ആളുകളും ചുറ്റുമുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഏതായാലും ഈ ഷെൽട്ടറുകളൊക്കെ തന്നെ മാറ്റണമെന്ന് പറയുമ്പോഴും അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് മുതലായ കാര്യങ്ങളൊക്കെ അവിടെ ചോദ്യചിഹ്നമായിട്ട് തുടരുകയാണ്.
അല്ല, ഇതിനകത്ത് ഇത് പ്രാക്ടിക്കൽ ആകാൻ പോകുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇവിടെ ആണല്ലോ സാക്ഷരത വളരെ കൂടുതലായും ലോകത്തുള്ള എല്ലാ പരിസ്ഥിതി പ്രവർത്തകരും ഇതുപോലുള്ള ഹ്യൂമൻ ആനിമൽ ആക്ടിവിസ്റ്റുകളും എല്ലാം വരുന്നൊരു സംസ്ഥാനമാണ് കേരളം. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ മാധ്യമ അറ്റൻഷൻ കിട്ടുകയും അവർക്കൊരു പത്മശ്രീയും അതുപോലുള്ളവർ കിട്ടാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം കേരളത്തിൽ വന്നില്ല. മറ്റു സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മുടെ പട്ടികളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അവിടെ ഒന്നും ആരും ഇത്രയും വലിയൊരു രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളുമില്ല. ഡൽഹി പോലുള്ള വളരെയധികം ആക്ടിവിസ്റ്റുകൾ കിടക്കുന്ന സ്ഥലത്താണ് വളരെ രൂക്ഷമായിട്ടുള്ളത്. അല്ലെങ്കിൽ സിറ്റി പോലുള്ളിടത്താണ് ഇത് ചെയ്യുന്നത്. ഈ പട്ടികളെ കൊല്ലാനായിട്ട് നിയമമുണ്ട്. ആ നിയമം ചെയ്യാതിരുന്നിട്ടാണ് ഇത് ഇത്രയും വഷളായത്. നിങ്ങൾ ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് പോകും, ഞാൻ പോയിട്ട് കുറച്ച് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ആ രാജ്യങ്ങളിൽ ഈജിപ്റ്റ് ഒഴിച്ച് ബാക്കി ഒരു രാജ്യങ്ങളിൽ പോലും എനിക്കുണ്ട്. ഈജിപ്തിലാണെന്നുണ്ടെങ്കിൽ മതപരമായിട്ട് അവർക്ക് പണ്ട് തൊട്ടേ പട്ടികൾ അവർ ആരാധിക്കുന്നതാണ്. കണ്ണൂരാണെന്നുണ്ടെങ്കിൽ മുത്തപ്പൻ അമ്പലത്തിൽ ആരാധിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് തെറ്റാണെന്ന് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ആഫ്രിക്കയിൽ പോയി നോക്ക്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡിൽ പട്ടിയെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ലൈസൻസ് ഉള്ളതായിട്ട് ഇവിടെ ലൈസൻസ് ഇല്ല, ചിപ്പ് വെക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് സിറ്റിസൺ കമ്മീഷൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല. എത്രയോ കുഞ്ഞുങ്ങൾ ഇവിടെ മരിച്ചു. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം ഇവിടുത്തെ നേതാക്കന്മാരെല്ലാം വലിയ കാറിലാണ് നടക്കുന്നത്. അവർക്ക് സാധാരണക്കാരന്റെ പ്രശ്നമൊന്നുമില്ല. അവർക്ക് സാധാരണക്കാരന്റെ പ്രശ്നം മനസ്സിലാകത്തില്ല. അവർക്ക് കാറ് നടക്കുന്നതുകൊണ്ടും അതുപോലെ ആകുന്നുണ്ടെങ്കിൽ സാധാരണക്കാരനെ അല്ലെ കൊച്ചു കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ളവരെ കടിക്കുന്നതോ അല്ലെ ബൈക്കിൽ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പോലും പോകാൻ പറ്റാത്തതൊന്നും അവരുടെ പ്രശ്നമല്ല. അവർക്കറിയാം 4-5 ഫ്രീ ബീസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കിട്ടും. ഇതൊന്നും ജനങ്ങളുടെ പ്രശ്നത്തിലൊന്നും കാര്യമായിട്ട് ഇടപെടണ്ട. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇത് പോയി ചെയ്യട്ടെ. അത് ചെയ്തേ പറ്റൂ. അതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. വഷളാക്കിയവർ തന്നെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പരിഹാരവും കാണട്ടെ. അത് പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം സുപ്രീം കോടതിയുടെയാണ് വിധി. വളരെ നന്ദിയുണ്ട് സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകൻ അതേപോലെ തന്നെ സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസിലെ ഒരു പ്രവർത്തനം കൂടിയായ ശ്രീ എം.എൻ. ജയചന്ദ്രൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എം.എൻ. ജയചന്ദ്രൻ, ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന തെരുവുനായ വിഷയത്തിൽ ഒരു സുപ്രധാന ഉത്തരവുണ്ടായിരിക്കുകയാണ്. പ്രധാനമായിട്ടും പൊതു ഇടങ്ങളിൽ നിന്നൊക്കെ തെരുവ് നായ്ക്കളെ നീക്കണമെന്നും അവയെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നുമാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഇത് എത്രത്തോളം നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും? ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, നടപ്പിലാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ മുകളിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഭരണഘടനയ്ക്കും നിലവിലെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും നിരവധിയായ കോടതി വിധികൾക്കും എതിരായിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഉത്കണ്ഠാജനകമാണ്. വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണോ നമ്മുടെ രാജ്യം പോകുന്നത് എന്നുകൂടി സംശയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഇപ്പൊ നമ്മളിത് നിസ്സാരം പട്ടിയായിട്ട് തോന്നി, നാളെ മനുഷ്യനും ഇതേ അവസ്ഥ ഉണ്ടായാലോ? അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാനുള്ള കാരണം, നമ്മുടെ സുപ്രീം കോടതി തന്നെ ഈ കാര്യത്തിൽ ABC നടപ്പാക്കണം എന്ന് പറഞ്ഞ് ക്ലിയർ ആയിട്ടുള്ള ഉത്തരവുകൾ പലവട്ടം കൊടുത്തിട്ടുണ്ട്. ആ ABC പ്രോജക്റ്റ് നടപ്പാക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ കോടിക്കണക്കിന് രൂപയും മുടക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് എവിടെ പോയി എന്നൊരു നിഷ്പക്ഷമായ അന്വേഷണം നടത്താനും കൂടെ സുപ്രീം കോടതി തയ്യാറാവട്ടെ. അതിനുള്ളൊരു ഏജൻസിയെ വെക്കട്ടെ. അങ്ങനെ ഏജൻസി വെച്ചുകൊണ്ട് നിഷ്പക്ഷമായൊരു അന്വേഷണം നടത്തിയാൽ ഈ പറയുന്ന രീതിക്കുള്ള ABC ഏതായാലും ഒരു കാര്യത്തിൽ ഉറപ്പാണ്, കേരളത്തിലെങ്കിലും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അപ്പൊ ABC നടപ്പാക്കിയാൽ പരിഹരിക്കാവുന്ന ഒരു വിഷയം, നിയമപ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പാക്കേണ്ട ഒരു കാര്യം, ആ കാര്യം നടപ്പാക്കാതെ അതിന് മുഴുവൻ തെരുവുനായ്ക്കളുടെ തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് അതുങ്ങളെ പിടിച്ച് ഷട്ടറിൽ അടയ്ക്കണം എന്ന് പറയുന്നത് തികച്ചും ഒരു യൂട്ടോപ്യൻ ആയിട്ടുള്ള ഐഡിയയാണ്. അതേപോലെ തന്നെ തുഗ്ലക്ക് നിലപാടാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. നമ്മുടെ കോടതികൾ പോലും ഈ കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് പഠിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത് കാണുക. കയ്യടിക്ക് വേണ്ടി വിധി പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായ നിയമത്തിന്റെയും ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ പറയണം. മറ്റൊന്ന്, അങ്ങനെ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ അത്രമാത്രം ഷെൽട്ടറും കാര്യങ്ങളും ഒന്നും ഇല്ല. കേരളത്തിലെ പോലത്തെ കേരളത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കൂ. കേരളത്തിലെ തെരുവ് നായ്ക്കളെ മുഴുവൻ പിടിച്ചിടാനുള്ള ഷെൽട്ടർ സൗകര്യം നമുക്കുണ്ടോ? ഇല്ല. ഇനി ഷെൽട്ടർ സൗകര്യം ഉണ്ടെന്ന് തത്വത്തിൽ സമ്മതിച്ചാൽ അങ്ങനെ ഷെൽട്ടറിലേക്ക് പിടിച്ച് നമ്മൾ ഇട്ടാല് ഒരു കാരണവശാലും ഇവിടെ തെരുവിൽ നിന്ന് നായ്ക്കൾ ഒഴിവാവില്ല. കാരണം ഒരു വാക്യൂം ക്ലിയർ ചെയ്യാൻ പ്രകൃതി സമ്മതിക്കില്ല. പ്രകൃതി വാക്വമായിട്ട് നിലനിർത്താൻ സമ്മതിക്കില്ല.
നമ്മുടെ നാട്ടിലെ തെരുവുകളിൽ ഭക്ഷണം കിട്ടുന്നിടത്തോളം കാലം, നമ്മുടെ നാട്ടിലെ തെരുവുകളിൽ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മൃഗങ്ങൾ ഉള്ളിടത്തോളം കാലം ഈ പറയുന്ന പിടിച്ച എല്ലാത്തിനെയും ഷെൽട്ടറിലിടല് ഒരിക്കലും നടക്കില്ല. നമ്മള് ചുമ്മാ ദന്തഗോപുരത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ടൗണിലൂടെ നടന്നു നോക്കൂ. രാവിലെയും വൈകിട്ടും ഒക്കെ പണിക്ക് പോകുന്ന തൊഴിലാളികളുടെ കൂടെ പട്ടികൾ പോകണം നമുക്ക് കാണാമല്ലേ. അതേപോലെ തന്നെ ഈ നമ്മുടെ വനവാസി വിഭാഗം, അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന നായ്ക്കള്. അതിനെ നമ്മൾ സ്ട്രേ ഡോഗ് എന്ന് വിളിക്കാറില്ല, കമ്മ്യൂണിറ്റി ഡോഗ്സ് എന്ന് വിളിക്കും. ഒരു സമൂഹത്തിന്റെ മൊത്തമായ ഉടമസ്ഥാവകാശത്തിലുള്ള ഒരു നായ്ക്കളാണത്. അതിനെ കെട്ടിയിടുന്നില്ല, കൂട്ടിലടയ്ക്കുന്നില്ല, അതിങ്ങനെ യഥേഷ്ടമായിട്ട് നടക്കുന്നുണ്ട്. ഇതിനെ മുഴുവൻ പിടിച്ച് കൂട്ടിലടയ്ക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു വിധി വരിക എന്ന് പറഞ്ഞാൽ ഇത് പുനഃപരിശോധിക്കേണ്ടത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അപ്രായോഗികമായ, ഉത്കണ്ഠാജനകമായ, ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും സുപ്രീം കോടതി വിധികൾക്കും എതിരായിട്ടുള്ള കയ്യടിക്ക് വേണ്ടിയുള്ളൊരു വിധിയാണ് എന്ന് ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ അവരെ നമുക്ക് തെറ്റുകാരായിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് വേണ്ടത് എന്താ? നമുക്കതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യമുണ്ടോ എന്നെങ്കിലും അന്വേഷിക്കേണ്ടതാണ്. അതുപോലും അന്വേഷിച്ചിട്ടില്ല. അതേപോലെ നമ്മുടെ ചീഫ് സെക്രട്ടറിമാരെ കോടതിയിൽ വിളിച്ചു വരുത്തിയല്ലോ. അവരുടെ അടുത്തുനിന്ന് ഒരു കണക്കെടുക്കാൻ മേലായിരുന്നു. കേരളത്തിൽ എത്ര ABC നടത്തി, കേരളത്തിലെ ഏത് ഏജൻസിക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്, അതേപോലെ കേരളത്തിലെ നമ്മുടെ എത്രമാത്രം റാബീസ് കേസുകൾ ജെന്യുവിൻ ആയിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പരിശോധിക്കണമെന്ന് സുപ്രീം കോടതി പറയണമായിരുന്നു. ഇവിടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന വളരെയേറെ നായ്ക്കളുടെ കടികൾ ഏൽക്കുന്നു എന്നാണ്. എനിക്ക് എന്റെ സ്വന്തം അനുഭവത്തിൽ എനിക്കറിയാം. നീർനായ കടിച്ചത് പോലും തെരുവുനായ കടിച്ചതാണ് എന്ന് രേഖപ്പെടുത്തിയ ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് നമ്മുടെ നാട്ടില്. നീർനായ നമുക്കറിയാം, നീർനായ ഒരു വന്യജീവിയാണ്. ആ വന്യജീവി കടിച്ച കേസുകൾ പോലും ഇത് തെരുവുനായ കടിച്ചതാണ് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയ സംഭവം നമ്മുടെ രാജ്യത്തിലെ ചില ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ടോ? അതേപോലെ പൂച്ച മാന്തിയാലും പട്ടി മാന്തിയാലും വളർത്തുപട്ടി മാന്തിയാലും അതെല്ലാം അവസാനം ആ പാവഭാരം ചുമത്തിയിരുന്നത് നമ്മുടെ തെരുവുനായകളുടെ തലയ്ക്കാണ്. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പല സ്ഥലങ്ങളിലും ഈ സ്ത്രീകൾ ഇരുന്ന് മീൻ കഴുകുന്ന സമയത്ത് പൂച്ച അടുത്തിയല്ലും അതിങ്ങനെ പുറം കൈ കൊണ്ടായ പൂച്ചയെ തട്ടിക്കഴിയുമ്പോൾ ആ പൂച്ച മാന്തി കഴിയുമ്പോൾ അവിടെ രേഖപ്പെടുത്തുന്നത് ആന്റി റാബീസ് വാക്സിനേഷൻ എടുക്കുന്ന എല്ലാ കേസുകളും തെരുവുനായകളുടെ തലയ്ക്കിൽ കെട്ടിവെച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇന്ന് അതിന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്ന് കുറെ കൂടെ ഇത് ചെയ്തിട്ട് വിഭാഗീകരിച്ചിട്ട് ഓരോ ഐറ്റം തിരിച്ചൊക്കെ ഇന്ന് കുറെ കൂടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഇടപെടുകയാണ്, സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. വളരെ നന്ദിയുണ്ട് സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ആനിമൽ വെൽഫെയർ ഓഫീസർ ശ്രീമതി സാലി വർമ്മ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി സാലി വർമ്മ, തെരുവുനായ വിഷയത്തിൽ ഒരു സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പറയുന്നതനുസരിച്ച് പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവുനായ്ക്കളെ നീക്കണമെന്നും അതുപോലെ തന്നെ ഇവർക്ക് ഷെൽട്ടറുകളിലേക്ക് ഇവയെ മാറ്റണമെന്നുമുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് എത്രത്തോളം പോസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ കൃത്യമായിട്ട് തന്നെ ഇത് നടപ്പിലാക്കാൻ സാധിക്കുമോ? ആക്ച്വലി ഇന്നത്തെ ഈ ഒരു വിധി വളരെ സങ്കടകരമായ ഒരു വിധിയാണ്. അത് ഞാനൊരു മൃഗസ്നേഹി എന്നുള്ളൊരു രീതിയിലല്ല ഞാൻ പറയണേ. കാരണം കാലങ്ങളായിട്ട് ഈ ഒരു കേരളത്തിലുള്ള ഈ ഒരു ഹ്യൂമൻ ഡോഗ് കോൺഫ്ലിക്റ്റിന് ഒരു പ്രോപ്പർ പ്രാക്ടിക്കൽ സൊല്യൂഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ചിരിക്കണേ. പക്ഷെ ഇത് ഇപ്പൊ എടുത്തിരിക്കുന്ന ഈ വന്നിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ അത് വളരെ നമ്മളെ കാലങ്ങൾ പിന്നോട്ടാണ് കൊണ്ടുപോയിരിക്കണേ. കാരണം ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്തൊരു സംഭവമാണ്. എങ്ങനെയാണ് സുപ്രീം കോടതി പോലെ ഒരു എപെക്സ് കോർട്ട് ഇങ്ങനെ ഒരു നിയമം പറയണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം ഒട്ടും പ്രാക്ടിക്കൽ അല്ല. നമുക്ക് വന്ധീകരിക്കാൻ പോലും ഇല്ലെങ്കിൽ വാക്സിനേഷൻ, തെരുവുനായ്ക്കളുടെ വാക്സിനേഷൻ ചെയ്യാൻ പോലും ഇവിടെ മര്യാദയ്ക്ക് ഇത്രയും കാലമായിട്ട് നമുക്ക് എല്ലാ ഡോഗ്സിനെയും ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരെ എല്ലാരെയും കൂടി പിടിച്ച് ഒരു ഷെൽട്ടറിലേക്ക് ഒരുമിച്ച്, ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ ഷെൽട്ടറുകൾ ഇല്ല. ഷെൽട്ടറുകൾ പണിയാനും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറും എത്ര കാലം എടുക്കണ ഒരു പ്രൊസീജിയറാണ്. പിന്നെ ഇങ്ങനെ ഈ ഷെൽട്ടർ ആര് നടത്തും? ഈ ഷെൽട്ടർ സർക്കാർ നടത്താനാണോ? ഈ ഷെൽട്ടറുകളിൽ പല സ്ഥലങ്ങളിലുള്ള ഡോഗ്സിനെ ഒരുമിച്ച് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ളതിനേക്കാൾ അധികം വേറെ പ്രശ്നങ്ങൾ വരും. അത് തമ്മിൽ അസുഖങ്ങൾ വരാൻ തുടങ്ങും. പിന്നെ ഈ ഡോഗുകളെ, എത്ര ഡോഗുകളെ നമ്മൾ ഒരു ഏരിയയിൽ നിന്ന് മാറ്റണു, അത്രയും വേറെ ഡോഗുകൾ വേറെ സ്ഥലങ്ങളിൽ നിന്ന് ആ ഏരിയയിലേക്ക് വരും. നമ്മൾ മതില് കെട്ടി, ഇല്ലെങ്കിൽ ചുറ്റും എന്താ തൃശ്ശൂർ ജില്ലയുടെ ചുറ്റും ഒരു മതില്,
പാലക്കാട് ജില്ലയിൽ ചുറ്റൊരു മതില് വലിയ നമ്മുടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന പോലെ മതിലുകൾ പണിത് മൃഗങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നീക്കം പ്രിവെന്റ് ചെയ്യേണ്ടി വരും. വേറെ സ്ഥലങ്ങളിൽ നിന്ന് ഫുഡ് സോഴ്സും എന്തെങ്കിലും ആൾക്കാർ കുറച്ച് സ്നേഹം കൊടുക്കണ ആൾക്കാരോ ഉണ്ടെങ്കിൽ എന്തായാലും മനുഷ്യരെ തേടി ഡോഗ്സ് എത്തിയിരിക്കും പല സ്ഥലങ്ങളിൽ നിന്നും. പിന്നെ ആൾക്കാർ ഉപേക്ഷിക്കണത് നിർത്തുണ്ടോ? ഡെയിലി എന്നുള്ള രീതിയിലാണ്, അത്ര അധികമാണ് റോട്ടിൽ വീട്ടിൽ വളർത്തിയ ഡോഗ്സിനെ റോട്ടിൽ ഉപേക്ഷിക്കുന്ന ആൾക്കാർ. എത്രത്തോളം നിങ്ങൾ ഡോഗ്സിനെ റോട്ടിൽ നിന്ന് മാറ്റും, ഈ വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കുന്ന ആൾക്കാർ ഉപേക്ഷിച്ചുകൊണ്ടേയിരിക്കും. റോട്ടിൽ ഡോഗ്സിന്റെ എണ്ണം ഒരിക്കലും കുറയാൻ പോകുന്നില്ല. ഇതിനൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ചെയ്യേണ്ടത്. വന്ധീകരണവും ഈ വാക്സിനേഷൻ പോലും മര്യാദയ്ക്ക് നടത്താൻ പറ്റാത്ത നാട് എങ്ങനെയാണ് ഈ റോട്ടിലത്തെ ഡോഗ്സിനെ മൊത്തം ഒരു ഷെൽട്ടറുകളിലേക്ക് മാറ്റാൻ പോണേ? എനിക്കറിയില്ല. ഇത് പ്രാക്ടിക്കലും അല്ല, വളരെ ഇത് ജസ്റ്റ് ഇത് കേൾക്കുമ്പോ കുറെ പേര് കൈത്തട്ടി ഭയങ്കര നല്ല വാർത്ത എന്നൊക്കെ പറഞ്ഞ്, പക്ഷെ ഈ പറയുന്ന ആൾക്കാർക്ക് അത് ഒരിക്കലും അതൊരു സൊല്യൂഷൻ അല്ല എന്ന് ആൾക്കാർ മനസ്സിലാക്കണില്ല. വെറും ഒരു താൽക്കാലികമായ ആൾക്കാർക്ക് ഒരു സമാധാനമോ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. പിന്നെ എനിക്കറിയില്ല, ഇത് വേറെ പല വിഷയങ്ങളെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ എപ്പോഴും ഈ തെരുവ് നായ്ക്കളുടെ തലയിൽ എപ്പോഴും ഇങ്ങനത്തെ വേറെ വലിയ ന്യൂസുകൾ വരുമ്പോഴാണ് ഇങ്ങനത്തെ വാർത്തകൾ ഏറ്റവും അധികം വരുന്നത്. അപ്പൊ വളരെയധികം സങ്കടമുണ്ട്. ശ്രീമതി സാലി, നമുക്കറിയാം ഈ വന്ധീകരണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പഞ്ചായത്ത് തലത്തിലൊക്കെ നടത്തണമെന്നൊക്കെ പറയുമ്പോഴും അതുപോലും കൃത്യമായിട്ട് നടത്താൻ സാധിക്കുന്നില്ല. ആ ഒരു സ്ഥലത്തേക്ക് എങ്ങനെയാണ് ഇവയെ കൃത്യമായിട്ടൊരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് വേണ്ടുന്ന ചെലവുകൾ, അതുപോലെ തന്നെ അതിന് സന്നദ്ധത അറിയിച്ച ആളുകൾ രംഗത്ത് വരേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്കറിയാം പലയിടങ്ങളിലുമൊക്കെ ഇതുപോലെ ഷെൽട്ടർ ഹോം നടത്തുമ്പോൾ ഈ ചുറ്റുമുള്ള ആളുകൾ അതൊരു പ്രശ്നമാക്കുന്നതും അവർ പരാതി നൽകുന്നതും നായ്ക്കളുടെ ശബ്ദത്തിനും അവരെ അവിടെ കുരയ്ക്കുന്നുണ്ട്, അത് നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് വെച്ച് പരാതിയൊക്കെ നൽകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം കേരളത്തിലൊക്കെ തന്നെയും ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആയിരിക്കും? കേരളത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ വളരെ കുറച്ച് ഇങ്ങനെ ആനിമൽ വെൽഫെയർ NGOs നടത്തുന്ന ഷെൽട്ടറുകളുണ്ട്. ഈ ഷെൽട്ടറുകൾ തന്നെ അത്രയും ഒരു ബുദ്ധിമുട്ടിലാണ് നടക്കണത്. കാരണം അത്ര ഓവർഫ്ലോ ചെയ്യാണ്, മൃഗങ്ങളെ ഇങ്ങനെ കൊണ്ട് നിറച്ചോണ്ടിരിക്കുകയാണ്. പപ്പീസ് ആയാലും ആക്സിഡന്റ് കേസ് ആയാലും ഇതൊരിക്കലും ഒരു ഏരിയയിൽ നിന്ന് ഡോഗ്സിനെ റീലൊക്കേറ്റ് ചെയ്യൽ അതൊരു സൊല്യൂഷൻ അല്ല. ഫസ്റ്റ് നിയമങ്ങൾ സ്ട്രിക്റ്റ് ആക്കുക. അതായത് വീടുകളിൽ നിന്ന് ഉപേക്ഷിക്കാൻ പാടില്ല. വീടുകളിൽ ഉപേക്ഷിക്കുന്ന ആൾക്കാരുടെ എതിരെ ഇപ്പൊ ഉപേക്ഷിച്ച ആളെ കണ്ടുപിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലും അവരുടെ എതിരെ കേസ് എടുക്കാൻ പോലും നമ്മുടെ പോലീസ് തയ്യാറല്ല. ഇതിനൊരു അന്ത്യമില്ല. പിന്നെ ഞാൻ പലവട്ടം അടുത്തൊരു വാർത്ത ഒരു ചാനലിൽ ഞാൻ പറയണ കേട്ടു, തെരുവുനായ ശല്യം, അത് കാരണം കയ്യിലൊരു വടി പിടിക്കാണ്ട് നടക്കാൻ പറ്റണില്ല, എല്ലാവരും വടി. അപ്പൊ നമ്മൾ കൊടുക്കണ ഒരു എഡ്യൂക്കേഷൻ തന്നെ അവയർനെസ് തെറ്റാണ്. കാരണം എത്രത്തോളം കയ്യിൽ വടി പിടിച്ചിട്ടോ കല്ല് പിടിച്ചിട്ടോ നമ്മുടെ നാട്ടുകാർ നടക്കണോ അത്രത്തോളം നമ്മുടെ ഡോഗ്സ് നമ്മളെ പേടിച്ചിട്ട് അവരവരുടെ സെൽഫ് ഡിഫെൻസ് ആയിട്ട് അക്രമകാരികളായി മാറന്നെയാ ചെയ്യുള്ളൂ. ഈ കല്ലും വടിയും പിടിച്ചിട്ട് നടക്കാനല്ലാണ്ട് നമുക്കൊരു അവയർനെസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർ അവയർനെസ് നടക്കണില്ല. ബോധവൽക്കരണം നടത്തണം. കുട്ടികൾ കയ്യിൽ വടി പിടിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ പട്ടികൾ കടിക്കില്ല എന്നാണോ വീട്ടുകാർ പറഞ്ഞു കൊടുക്കണേ? ഏറ്റവും അധികം കടി കൂടുതൽ കിട്ടാനുള്ള സാഹചര്യമാണ് ഒരു വടി പിടിച്ചിട്ട് നടക്കുമ്പോ. അപ്പോ ആ വടിക്ക് പകരം കയ്യിലൊരു ബിസ്ക്കറ്റ് എറിഞ്ഞു കൊടുത്താൽ 2 ദിവസം ബിസ്ക്കറ്റ് എറിഞ്ഞു കൊടുത്താൽ ഈ കടിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഈ പേടിച്ച് നടക്കണ ആ പട്ടികൾ പോലും വാലാട്ടിയിട്ട് ആൾക്കാരുടെ അടുത്തേക്ക് വരും. നമ്മളൊരു നെവർ എൻഡിങ് സൈക്കിൾ ഓഫ് വയലൻസ് തുടർന്നുകൊണ്ട് പോവാ ചെയ്യണ കേരളം. അതിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ അപ്പൊ തന്നെ മനുഷ്യവിരോധിയായി മാറും. പട്ടി സ്നേഹി, മനുഷ്യവിരോധി. ഇതിന് പ്രോപ്പറായിട്ട് ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാണ് പറയണേന്നുള്ളത് ഒരിക്കലും അത് മനസ്സിലാക്കാനായിട്ട് പറ്റണില്ല. വളരെയധികം സങ്കടമുണ്ട്. ഏകദേശം 10-20 വർഷമായി ഈ ഒരു മേഖലയിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കണത്. എന്നിട്ടും ഇങ്ങനെ പിന്നോട്ട് മാത്രം നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുമ്പോ വേറെ എന്തോരം ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും 100% റേബീസ് ഫ്രീ ആയിണ്ട്. നമ്മളെക്കാൾ ഇൻഫ്രാസ്ട്രക്ചർ കുറവുള്ള സ്ഥലങ്ങൾക്ക് അത് ചെയ്യാൻ വെച്ചാൽ കേരളം പോലെ ഇത്രയും നമ്മള് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിന് എന്തുകൊണ്ട് ഇത് പറ്റുന്നില്ല? എന്തുകൊണ്ട് നമ്മളിപ്പോഴും ഈ ടെമ്പററി സൊല്യൂഷൻസിൽ ഇങ്ങനെ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നു? അതെ, വളരെ നന്ദിയുണ്ട് സാലി അവസരത്തിൽ പ്രതികരിച്ചത്. ഏതായാലും സാലി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഉത്തരവ് ഇത് നടപ്പാക്കാൻ എത്രത്തോളം സാധിക്കും എന്നതൊരു ചോദ്യം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. കാരണം വന്ധീകരണം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകുന്ന അലംഭാവം അതൊക്കെ തന്നെയാണ് ഈ തെരുവ് നായ്ക്കൾ പെറ്റുവരുകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകരടക്കം നിരവധി പേർ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. ഇവരെല്ലാം പറയുന്നത് ഇതെങ്ങനെ നടപ്പാക്കാൻ സാധിക്കും മുതലായ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ കോടതിയുടെ ഉത്തരവ് ഇത് പുനഃപരിശോധിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന പ്രധാനപ്പെട്ട
ഒരു ആവശ്യം. അതേപോലെ തന്നെ പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വന്ധീകരണത്തിന് ശേഷം ഷെൽട്ടറിലേക്ക് മാറ്റണം. എവിടെ നിന്നാണോ തെരുവ് നായ്ക്കളെ പിടികൂടുന്നത് അവിടെ തുറന്നു വിടരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റിസ് വിക്രംനാഥ്, സന്ദീപ് മേത്ത, NV അഞ്ചാര്യ എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റേതാണ് ഈ ഉത്തരവ്. ദേശീയപാതകൾ, മറ്റ് റോഡുകൾ, എക്സ്പ്രസ് വേകൾ എന്നിവിടങ്ങളിൽ നിന്ന് അലഞ്ഞു തിരിയുന്ന കന്നുകാലികൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ നീക്കണമെന്നും ഈ ഉത്തരവിനോടൊപ്പം തന്നെ പറയുന്നുണ്ട്. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നോഡൽ അതോറിറ്റികളോട് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കന്നുകാലികളെയും മറ്റു മൃഗങ്ങളെയും ഉൾപ്പെടുത്തി സംയുക്തമായും ഏകോപിതമായ ഒരു ഡ്രൈവ് ഉടനടി ആരംഭിക്കണം. നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നത് ഉറപ്പാക്കാൻ ചീഫ് സെക്രട്ടറിമാരോട് ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു ആശ്വാസമാണോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളാണോ മുതലായ കാര്യങ്ങൾ അവിടെ ചോദ്യചിഹ്നമായി തുടരുകയാണ്. കൃത്യമായിട്ട് ഇത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ സംസ്ഥാനത്തിനുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ തെരുവ് നായ വിമുക്ത കേരള സംഘം സംസ്ഥാന ചെയർമാൻ ശ്രീ ജോസ് മാവേലി കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോസ്, കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഉത്തരവ്, അതായത് തെരുവ് നായ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു സുപ്രധാന ഉത്തരവായിട്ടാണ് കാണുന്നത്. പ്രധാനമായിട്ടും പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കണം, ഇതിനായി ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. കാരണം തെരുവ് നായ്ക്കളുടെ എണ്ണം അത് വളരെ കൂടുതലാണ്. ഇവയെ കൃത്യമായിട്ടൊന്നും വന്ധീകരണം നടത്തിയിട്ടൊന്നുമില്ല. അതിനാൽ തന്നെയും എണ്ണം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ദിവസം തോറും. ഇവയെ ഷെൽട്ടർ ഹോമിലേക്കൊക്കെ മാറ്റണമെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം സാധ്യമാണ്? ഇത് ഇനിയെങ്കിലും യുദ്ധകാലാടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഷെൽട്ടർ ആക്കണം, എന്നാലേ ശരിയാവുള്ളൂ. അല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ലല്ലോ. ഇതിന് എളുപ്പമാർഗമുണ്ട്. എളുപ്പമാർഗം എന്ന് പറയുന്നത് എല്ലാ പഞ്ചായത്തുകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം കൈമാറണം. അവിടെയുള്ള തെരുവ് നായ്ക്കളെ അവര് കൊടുക്കണം, എന്നാലേ പെട്ടെന്ന് മാറ്റാൻ പറ്റുള്ളൂ. അതിപ്പോ 1 or 2 ഷെൽട്ടർ അല്ലെങ്കിൽ 10, 20 ആയിക്കോട്ടെ, എണ്ണം കൂട്ടിക്കോട്ടെ. എത്രയും പെട്ടെന്ന് എന്തായാലും ഇത് നല്ലൊരു തീരുമാനമാണ്. സുപ്രീം കോടതിയിലെ ഈ വിധി പറഞ്ഞ ജഡ്ജിമാർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള ജഡ്ജിമാരാണ് നമുക്ക് വേണ്ടത്. ഇത് ജനങ്ങൾക്ക് ജീവിതം ഇല്ലാണ്ടായി. ഇപ്പൊ തെരുവ് പട്ടികൾക്കും ജീവിതമില്ല, ജനങ്ങൾക്കും ജീവിതമില്ല. തെരുവ് പട്ടികൾ വണ്ടി ഇടിച്ച് ചാവുന്നു, അവിടെ നരകാതന അനുഭവിച്ചിരുന്നു. ജനങ്ങളാണെങ്കിൽ പേടിച്ചു പറിച്ച് എല്ലാ ജീവിതവും നശിച്ചു പോയിരിക്കുകയാണ്. ആട്, കോഴി, താറാവ് എന്നീ കൃഷി ചെയ്യുന്ന അതുമെല്ലാം നിന്നുപോയി. പാവപ്പെട്ട ആളുകളുടെ ജീവിതം വളരെ ദുരിതപൂർണമാണ്. പുറത്തേക്ക് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് പോകാൻ പറ്റുന്നില്ല. ഇനി തോക്കും എല്ലാം കൊണ്ടുവേണം നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ. ആ രീതിയിലാണ് തെരുവ് പട്ടികൾ ഇവിടെ വാഴുന്നത്. അപ്പോൾ അത് തെരുവ് പട്ടികൾക്കും ജീവിതമില്ല, മനുഷ്യർക്കും ജീവിതമില്ലാത്ത ഈ അവസ്ഥ മാറണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെയുള്ള സർക്കാരുകൾ അതിന് മുൻകൈ എടുക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇതിനൊരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് ഒരു സർവകക്ഷി യോഗം വിളിക്കട്ടെ. സർവകക്ഷി യോഗം വിളിച്ച് അതിനൊരു തീരുമാനം പെട്ടെന്നുണ്ടാക്കണം. അതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായം ഒന്ന് തന്നെയാണ്. 99.9% ആളുകളും പറയണത് എത്രയും പെട്ടെന്ന് തെരുവ് നായ്ക്കൾ ഇവിടുന്ന് മാറ്റിയിട്ട് ജനങ്ങൾക്ക് ജീവിതം കൊടുക്കണമെന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതൊന്നും അറിയാത്തപ്പെട്ട് നിൽക്കുന്നത്? ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മിണ്ടുന്നില്ല. ഇതിനൊക്കെ ഒരു എന്താ പറയാ, ഇതിന് പിന്നില് എന്തോ ഒരു ഗൂഢ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഞാനിപ്പോ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്തായാലും സുപ്രീം കോടതി വിധി ഇത് വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു ജീവിതം ലഭ്യമാകാൻ പോവുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ തീരുമാനം നടപ്പിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദിയുണ്ട് ശ്രീ ജോസ് മാവേലി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരവുണ്ടായിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട തെരുവുനായ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന സുപ്രധാന ഉത്തരവനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ബസ് സ്റ്റാൻഡ്, സ്പോർട്സ് കോംപ്ലക്സുകൾ മുതലായ ഇടങ്ങളിൽ നിന്ന്, അതേപോലെ റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കണമെന്നും ഇവയെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നുമാണ് ഈ ഉത്തരവിൽ പറയുന്നത്. പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വന്ധീകരണത്തിന് ശേഷമായി മാത്രമേ ഷെൽട്ടറുകളിലേക്ക് മാറ്റാവൂ മുതലായ കാര്യങ്ങളും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ നിർദ്ദേശത്തിലുണ്ടായിട്ടുണ്ട്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.